എം കെ ഇംഗ്ലീഷ് പോയിട്ട് എം കെ സുബ്രൻ എന്റെ പേര് അറിയില്ലേ? സ്വാമി ഭദ്രാനന്ദ് രാജേഷ് AC. ഈ പത്രസമ്മേളനം വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു വേദനയുടെ കഥയും അതുപോലെ ഒരു ഇരയുടെ അവസ്ഥയും സമൂഹവുമായി പങ്കുവയ്ക്കാനാണ്. ഇദ്ദേഹം സുബ്രൻ, ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത്, അല്ല, ഇദ്ദേഹത്തിന്റെ അനിയൻ എന്ന് പറയുന്നത് സുനിൽ എന്ന് പറയുന്ന ഒരു സ്വയംസേവനാണ്, ഒരു BJP പ്രവർത്തകനാണ്. 18ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ സമയത്ത് ഇദ്ദേഹത്തിന് 72 വയസ്സായി. കർണാടകന്റെ കാലത്ത് 1994 ഡിസംബർ 4 ഒരു രാത്രി 2 മണിക്കാണ് ഇവിടുത്തെ ഒരു കൂട്ടം തീവ്രവാദികൾ ഇവരുടെ വീട് ആക്രമിച്ചു കയറി. ഇവരെ ആക്രമിച്ചു. ഇദ്ദേഹത്തിന്റെ അമ്മയെ നിഷ്കരണം വെട്ടി പരിക്കേൽപ്പിച്ചു. അമ്മേന്റെ രോഗിലാണ്. തടുത്ത അച്ഛന്റെ വിരലുകളെല്ലാം അറ്റുപോയി. ഇദ്ദേഹത്തിന്റെ തല തൊട്ട് മുതുകിലെല്ലാം ഒരുപാട് വെട്ടുകളുണ്ട്. സഹോദരിയുടെ ചെവി അടക്കം മുറിഞ്ഞു. അങ്ങനെ ഇത്തരം ദാരുണമായ ഒരു അവസ്ഥ ഈ തൃശ്ശൂരിൽ നിന്നാണ്. അതിനുശേഷം 7-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. എന്നാൽ പോലീസ് ആ സമയത്ത് അന്വേഷിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നത് നിരപരാധികളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൽ അവരുടെ അവസ്ഥയെല്ലാം മനസ്സിലാക്കി കോടതി 6 മാസം കഴിഞ്ഞപ്പോൾ അവരെ ജാമ്യത്തിൽ വിട്ടു. പിന്നെ പോലീസ് വീണ്ടും പുനരന്വേഷണം നടത്തി. പ്രതികൾ ചേകന്നൂർ മൗലവി കേസിലെ ആൾക്കാരാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ഇവർ ഒരു രീതിയിലും സഹായത്തിനോ മറ്റൊന്നിനും ചോദിച്ചില്ല. ഇവരുടെ പേരിൽ ലക്ഷങ്ങളല്ല, കോടികൾ ഇവിടുത്തെ BJP-ക്കാർ പിരിച്ചു. അവർക്ക് വേണ്ടി ഒരു സഹായവും വേണ്ട വധിച്ചില്ല. 1 ലക്ഷം രൂപ കൊടുത്തു. അതെന്താവാനാണ്? പക്ഷെ അതൊക്കെ പോട്ടെ. ഈ അറ്റുപോയ കൈയും വെച്ച് ഈ പാവപ്പെട്ട ഒരു സഹോദരൻ പ്ലംബിങ്ങിന്റെ പണി എങ്ങനെ നടത്തും? 22ാമത്തെ വയസ്സിൽ പ്ലംബിങ്ങിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന കുടുംബത്തിന്റെ അവസ്ഥ വരെ നടക്കുന്നു. ഇവരാരും സഹായിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആവശ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്നും കെടാതെ നിൽക്കുന്ന ദേശഭക്തി കാണുന്നു. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ദയവ് ചെയ്ത് NIA അന്വേഷണം കൊണ്ടുവരണമെന്നാണ്. ഇതിവിടെ സുരേഷ് ഗോപിക്കാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. എന്ത് കാര്യത്തിലും നരേന്ദ്രമോദിജിയുടെയും അമിത്ഷാജിയുടെയും പേര് പരാമർശിക്കുന്ന, അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഇവിടുത്തെ തൃശ്ശൂരിന്റെ തന്നെ MP ആയ സുരേഷ് ജി 24 മണിക്കൂറിനുള്ളിൽ മനസ്സ് വെച്ചാൽ ഇവർക്ക് നീതി കിട്ടും. കാരണം ഇനി ഒരു മനുഷ്യൻ ഈ ജില്ലയിലെന്നല്ല, ഈ സംസ്ഥാനത്ത് തീവ്രവാദത്തിന്റെ പേരിൽ, മതവൈരാഗ്യത്തിന്റെ പേരിൽ കൊല്ലപ്പെടാൻ പാടില്ല. ഇത് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. പക്ഷേ മുല്ലപ്പൂ ഏത് പിച്ചിപ്പൂ ഏതെന്ന് തിരിച്ചറിയാത്ത ഒരു മൊണ്ണനാണ്. ഇത്രയും വലിയ അങ്കിൾ പണ്ട് ഈ സംസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നു പറയേണ്ടത്. കാരണം ഹിന്ദുക്കളുടെ പേരിൽ വോട്ട് മേടിക്കാനും വർഗീയത പറയാനും മാത്രമല്ലാതെ ഈ BJP ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയേണ്ടല്ലോ. നിങ്ങൾക്ക് കേരള സമൂഹത്തിന് അറിയാം, മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അപ്പം ഇവർക്ക് വേണ്ടത് 20,000 കോടിയുടെ ബിസിനസ്സാണ് രാജീവ് ചന്ദ്രശേഖരനും ടീമും. പക്ഷെ ഇവർക്ക് വേണ്ടത് നീതിയാണ്. ഏതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് വെച്ചാൽ അതുപോലെ സംഭവിക്കുള്ളൂ. ബാക്കി ഇദ്ദേഹം പറയും. എന്തെങ്കിലും അങ്ങ് പറയാനുണ്ടെങ്കിൽ ഇത്. എനിക്ക് പറയാനുള്ളത് സ്വാമി പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സ്വാമി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഇതുപോലെ കുറെ ചെയ്യാൻ പാടില്ല. എനിക്ക് നീതി കിട്ടണം. പിന്നെ ഇതിന്റെ നിഗൂഢതകൾ പുറത്തു വന്നിട്ടില്ല. കാരണം പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ബ്രെയിൻ ആരാണെന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ NIA അന്വേഷിച്ച് കേന്ദ്ര താമസിക്കുന്ന തൊഴിൽ. അതെ അതെ, ആ കേസ് തന്നെ മാത്രം എനിക്ക് പറയാനുള്ളൂ. മുന്നേ 1 ലക്ഷം രൂപ സംഘം പിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് 95-ലാണ്. ഇല്ല, പിന്നെ ഭാഗത്തുനിന്നൊന്നും കേസ് പോലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല.
കുറ്റപത്രം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ 2 ദിവസം മുന്നേ അറിഞ്ഞു. അത് മാത്രമേ അറിയുള്ളൂ. ഞാനും എന്റെ അമ്മ. അമ്മ കിടപ്പില്ല ആ ഇൻസിഡന്റിന് ശേഷം. നമുക്കൊക്കെ ഒരുപാട് പരിക്കാം. വൃത്തിയാകെ ഇതാക്കി. കൃഷിയാ ചികിത്സ അന്ന് ജില്ലാ ഹോസ്പിറ്റലാ മറ്റേ തൃശ്ശൂര്. അത് ഇല്ല, പിന്നെ അതൊക്കെ മറ്റുള്ള ചികിത്സ ഉണ്ടായിരുന്നു. അത് പിന്നെ അന്ന് സംഘാടനം ഏറ്റെടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. RSSന്റെ ഭാഗത്താണ് അവരാണ് ചെയ്തത്. പാർട്ടിപരമായിട്ട് പാർട്ടിയോടോ അല്ലെങ്കിൽ സംഘത്തിനോടൊന്നും ശത്രുത കാര്യങ്ങളൊന്നുമില്ല. കണക്ഷനൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ ഇപ്പൊ വലിയൊരു ഒന്നിലൊന്നുമില്ല. മറ്റു കാര്യങ്ങളൊന്നുമില്ല. അന്നറിയില്ലല്ലോ. അന്ന് നമുക്കിപ്പോ ഈ ഗ്രൂപ്പാണെന്ന് അറിയില്ല, ഇവരാണ് ചെയ്തതെന്നൊന്നും നമുക്കറിയില്ല. കൃത്യമായിട്ട് അന്വേഷണം വേണം. ആരും എടുക്കില്ലല്ലോ. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റേ ED സെറ്റിൽമെന്റോ ഒക്കെ ആണെങ്കിൽ ഇവരെ എടുക്കും. അതിലവരുടെ ഏജന്റുമാരുണ്ട്. ഇതുപോലുള്ള പാവപ്പെട്ട ആൾക്കാരുടെയോ സ്വയം സേവകരുടെ വിഷയത്തിലോ ഹിന്ദുക്കളുടെ കാര്യത്തിലോ ഒന്നും BJP എടുക്കില്ല. മാത്രമല്ല, രാജീവിന്റെ ഇപ്പോഴത്തെ ഓഫീസ് എന്താ, ബയോമെട്രിക് ആണ്. ഓഫീസിന്റെ അകത്ത് 3 ഓഫീസ് എക്സൽ ഷീറ്റിൽ അയച്ചു കൊടുക്കണം ഒരു പ്രവർത്തകന്റെ വിഷയം പറയണമെങ്കിൽ. ഇതുപോലെ ഒരു നേതാവിനെ കേരളത്തിലെ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു BJP. ഇന്നത് ബിസിനസ് ജനതാ പാർട്ടിയായി, ബ്രോക്കേഴ്സ് ജനതാ പാർട്ടിയായി. അത് ഈ പോക്ക് പോകുമ്പോൾ വൈകാതെ അത് ഭസ്മാസുരാസ് ജനതാ പാർട്ടിയായി മാറും. ഒരു മാറ്റമില്ല. ഇവർക്കൊന്നും ഒരു നീതിയും കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ VD സതീശന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കേന്ദ്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കാണുന്നത് ഇപ്പോ നിങ്ങൾ മാധ്യമ പ്രവർത്തകരിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. മറ്റൊരു ഏറ്റവും വലിയൊരു പ്രയാസം ഇദ്ദേഹത്തിന്റെ കേസ് പോലെ തന്നെയാണ് ഈ മയക്കുമരുന്നിന്റെ അന്വേഷണം നടക്കുന്നത്. 2 അക്ഷരമുള്ള ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു കൊച്ചിയില്. ഇപ്പോ ബംഗാളികളെ പിടിക്കാൻ വേണ്ടിയാണ്. എന്റെ തലയെ തൊട്ടിട്ടില്ല. ഏത് തലയെ തൊട്ടിരിക്കും? അയാൾ പറയുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നു. അന്വേഷണം നടത്തുന്നു. ആ ചെയ്തിരിക്കുന്നവരും ഒരു RSS BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് ഡീലർ. അയാളുടെ സ്ഥാപനം തന്നെ പോലീസ് റെയ്ഡ് ചെയ്ത് മയക്കുമരുന്ന് പിടിച്ചു. അയാളിലേക്ക് അന്വേഷണം പോകുന്നില്ല. BJP ഒരു വാക്ക് ദേശവിരുദ്ധ വിഷയങ്ങൾ, തീവ്രവാദ വിഷയങ്ങളെല്ലാം പറഞ്ഞു നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ PFI ആയിട്ട് അവിശുദ്ധ ബന്ധം കീപ്പ് ചെയ്യുന്നത് ഈ കെ സുരേന്ദ്രനെ പോലുള്ളവരല്ലേ BJP ആണ്. കെ സുരേന്ദ്രൻ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയത് അന്ന് നമ്മളാണല്ലോ വിവാദം ഉണ്ടാക്കിയത്. കെ സുരേന്ദ്രനെ ജയിപ്പിക്കില്ല, രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. കെ സുരേന്ദ്രനെ ജയിപ്പിക്കില്ല എന്നും ഏറ്റവും വലിയ PFI ആയിട്ട് ബിസിനസ് നടത്തുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇവിടെ വേണ്ടത്. അതിന് സുരേഷ് ഗോപി ഈ നാട്ടിലെ ജനങ്ങളോട്, കാരണം ആചാരത്തിന്റെ പേരിലും അന്തസ്സിന്റെ പേരിലും ഒരു രീതിയിലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ജില്ലയാണ് തൃശ്ശൂർ. ഇവിടുത്തെ MP ആണ് അദ്ദേഹം. ഈ പാവപ്പെട്ട മനുഷ്യൻ എന്തെങ്കിലും നീതി ചെയ്തു കൊടുക്കുമോ സുരേഷ് ഗോപി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചോദിക്കാൻ. ഇത് നമ്മുടെ സിസ്റ്റത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. ഒരു സിസ്റ്റം നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനെതിരെ വാളും തോക്കും കൊടുത്ത് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് സിസ്റ്റമുണ്ട്. NIA ഉണ്ട്. BJP-ന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ BJP-യുടെ ഓഫീസെല്ലാം കക്കൂസും കുളിമുറിയൊക്കെ ആക്കൂടെ. പണ്ട് സ്റ്റാലിൻ അവിടെ ചെയ്തില്ലേ, ആരാധനാലയങ്ങൾ കക്കൂസും കുളിമുറിയൊക്കെ ആക്കിയില്ലേ? അതുപോലെ നാട്ടുകാർ BJP-യുടെ കാര്യാലയങ്ങളെല്ലാം കക്കൂസും കുളിമുറിയൊക്കെ ആക്കും. അങ്ങനെയെങ്കിലും ഒരു പണി, എന്തെങ്കിലും ഒരു ഗുണം ചെയ്യണ്ടേ ആ ഓഫീസിലുണ്ട്. എന്താ മലയാളികൾ മണ്ടന്മാരാണോ? അതുകൊണ്ടാണ് ഇവിടെ താമര വിരിയാത്തത്, നേരെ ചൊവ്വേ വിരിയാത്തത്. നേരെ ചൊവ്വെന്ന് പറയുന്നത്
ഞാൻ ഇവരുടെ കൂടെ അല്ലേ നിൽക്കേണ്ടേ, അതോ ഈ നേതാക്കന്മാരുടെ കൂടെയാണോ നിൽക്കേണ്ടത്? പറയും. മനസാക്ഷി മരവിക്കാത്ത ഒരു മലയാളിയുടെ ഉണ്ട്. അവരറിയട്ടെ ഇതൊക്കെയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥ. ഞാൻ ചുമ്മാതല്ലേ ഇവർക്കെതിരെ സംസാരിക്കുന്നത്. ഞാനൊരു പഴയ സംശയം. ഈ മറ്റേ പ്രതികളാക്കപ്പെട്ട ആളുകളുണ്ടല്ലോ, വ്യാജമായി അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് 5 ലക്ഷം രൂപ വെച്ച് കിട്ടി DGPയുടെ സ്പെഷ്യൽ ഫണ്ട്. പക്ഷെ അതുപോലെ അത് അത്രയല്ല, അവരുടെ യൗവനം തന്നെ തകർന്നു പോയ CPM. അവരിപ്പം വളരെ ബുദ്ധിമുട്ടി തന്നെ നടക്കുന്നത്. എത്രമാത്രം പീഡനം അനുഭവിച്ചു നമുക്കറിയാം. ഈ അവസ്ഥകൾ പല രീതിയിൽ കടന്നു പോയി. നമുക്ക് എനിക്കൊന്നും കണ്ടടയ്ക്കാൻ രണ്ടുപേരെ വിചാരണ സമയത്ത് വരും. BJPക്കെതിരെയാണ്. BJP എന്ന് പറയുന്നത് വെറും കപട സ്വഭാവമാണ് കാണിക്കുന്നത്. ഒരു മൂന്നേട്ടനൊക്കെ പോയതോടുകൂടി BJP ഒക്കെ തീർന്നു. ഞാനൊക്കെ മൂന്നേട്ടന്റെ കൂടെയുള്ള ആൾക്കാർ. ഇന്നിവർക്ക് വേണ്ടത് പണം വേണം, പെണ്ണ് വേണം, പദവി വേണം. ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ BJP ഒക്കെ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ വിളിക്കും, മാടി വിളിക്കും, വരും സ്ഥാനം തരാം. ഭയങ്കര രസമാണ്. മൂവ്മെന്റ് ഉണ്ടാക്കുന്നത് ജനങ്ങളാദ്യം മനസ്സിലാക്കട്ടെ. പെട്ടെന്ന് മൂവ്മെന്റ് വരില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളിൽ മുട്ടുമ്പോഴാണ് മൂവ്മെന്റ് വരുന്നത്. ഒരു ബ്ലാക്ക് റെവല്യൂഷനാണ് വരുന്നത്. അടിച്ചമർക്കപ്പെട്ടവർ, നീതി നിഷേധിക്കപ്പെട്ടവർ,